എല്ലാ ദിവസവും 5 നേരം നാം തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നത് പരിശുദ്ധമായ കഅബാലയത്തിലേക്കാണ്. അതുപോലെ എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തുകൂടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പ്രത്യേകമായി സുജൂദ് ചെയ്യുവാൻ നാം സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങളിലേക്കാണ്. ലോകത്തെ മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് മുസ്ലിമീങ്ങളുടെ ആരാധനകളും മുസ്ലിമീങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളും എല്ലാം. ഓരോ ദിവസവും 5 നേരം ചെന്ന് ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ ലോകത്തെ വിവിധങ്ങളായ മതങ്ങൾക്കുണ്ടാവുകയില്ല. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും കൂടി സമ്മേളിച്ച് ഒരു നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒന്നിച്ചുകൂടി അള്ളാഹുവിനെ ആരാധന നിർവഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്ന ഒരിടം. അതുപോലെ എല്ലാ ദിവസവും 5 നേരം കൃത്യമായി ഒരു നാട്ടിലെ ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആരാധനകൾ നിർവഹിക്കുന്ന ഒരു ക്രമം നമുക്ക് മറ്റുള്ള മതങ്ങളിൽ കാണാൻ കഴിയുകയില്ല. ചില വിശേഷപ്പെട്ട ദിവസങ്ങളിലോ ചില ആഴ്ചകളിലോ ആളുകൾ കൂടും എന്നല്ലാതെ ഒരു പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന വിശ്വാസികളായ ആളുകളെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു ആരാധനാ സംവിധാനം അത് മുസ്ലിമീങ്ങളുടെ പള്ളികളിലാണ് കാണാനുള്ളത്. പള്ളികൾ അള്ളാഹുവിന്റെ ദീനിനെ ലോകത്തിന്റെ മുന്നിൽ പ്രകാശിപ്പിച്ച ഇടങ്ങളാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിന് ആതിഥ്യമരുളിയ മദീനയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളികൾ നിർമ്മിച്ചു. മസ്ജിദുൽ ഖുബാ മദീനയിലെ ഒന്നാമത്തെ പള്ളിയാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസി സമൂഹം അതിന്റെ വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് മദീനയിൽ അടുത്തൊരു പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. 2 അനാഥരായ കുട്ടികളുടെ സ്ഥലത്താണ് മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുവാൻ ഉദ്ദേശിച്ചത്. ആ സമയത്ത് ആ അനാഥരായ ആളുകൾ മുന്നിലേക്ക് വന്നു. വിശ്വാസികളാണ്. അവർ മുന്നോട്ട് വന്നിട്ട് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് പള്ളി പണിയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പറമ്പിലാണെങ്കിൽ ഞങ്ങൾ അത് വിട്ടുതരാൻ തയ്യാറാണ്. അനാഥരായ ആളുകളുടെ 2 അനാഥരുടെ ഇടമായിരുന്നു അത്. ആ സ്ഥലം ഞങ്ങൾ അങ്ങേക്ക് വിട്ടുതരാം നബിയെ, പകരമായി ഞങ്ങൾക്കൊന്നും തരേണ്ടതില്ല, അവിടെ അങ്ങ് പള്ളി നിർമ്മിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ അനാഥരായ അവരുടെ അവകാശത്തെ വകവെച്ചു കൊടുക്കുകയാണ്. വേണ്ട, ആരാധനാലയം നിർമ്മിക്കാൻ ഞാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ അവകാശം അത് കവർന്നെടുത്തുകൊണ്ടല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾക്കതിന് മതിയായ വില തന്നുകൊണ്ട് ഞാൻ അവിടെ പള്ളിയുടെ നിർമ്മാണം നടത്തുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൽ ഖുബായുടെ അതുപോലെ മദീനയിലെ പള്ളികളുടെ നിർമ്മാണം നടക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്ന സംഭവം കാണാം. സാധാരണ ജനങ്ങൾ കല്ലും മണ്ണുമൊക്കെ എടുത്തുകൊണ്ടുവരുന്നത് പോലെ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് ചുമന്നുകൊണ്ട് മണ്ണ് ചുമന്നുകൊണ്ട് വരുന്നു. ശരീരത്തിൽ അധ്വാനത്തിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ സ്വഹാബത്തിന്റെ ചോദ്യം വന്നു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് അവിടെ ഇരുന്നാൽ അള്ളാഹുവിന്റെ റസൂലെ അതല്ലേ ഏറ്റവും സൗകര്യപ്രദം, ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ഞങ്ങളുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പ്രതിഫലത്തിൽ ആഗ്രഹമുണ്ട്, ഇതിന്റെ പങ്കാളിത്തം എനിക്കും ആവശ്യമുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവി ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് തവണ പോകാൻ ആഗ്രഹിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പള്ളി ആ മദീന മുനവ്വറയിൽ നിന്നാണ് ലോകം പരിശുദ്ധമായ ദീനിന്റെ അതുല്യമായ പാഠങ്ങളെ, മനോഹരമായ അധ്യാപനങ്ങളെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് പ്രസരിക്കാനും പഠിക്കാനും ഒക്കെ ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി ചെറുതായിരുന്നു, പക്ഷേ അവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണ് സുഫത്തിന്റെ അഹ്ലുകാർ ഹബീബായ നബി തങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനം കരഗതമാക്കിയത്. ആ പള്ളിയാണ്
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെയും ന്യായത്തിന്റെയും ഇടമായി അവതരിപ്പിച്ചത്. അവിടെയാണ് പ്രയാസങ്ങൾക്ക് മറുപടി കിട്ടിയത്, അവിടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത്, അവിടെയാണ് പലരുടെയും അവകാശങ്ങൾ, ആ അവകാശങ്ങളെ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സുദീർഘമായ ചർച്ചകൾ നടന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ള പള്ളികൾക്കെല്ലാം മാതൃകയാകുന്ന പ്രവർത്തന പദ്ധതികളാണ് മദീനത്തുർ റസൂലിൽ നിന്ന്, മസ്ജിദുൻ നബവിയിൽ നിന്ന് ലോകം കണ്ടത്. അവിടെ നിന്ന് പഠിച്ച പാഠങ്ങളുമായിട്ടാണ് അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തത്. സ്വഹാബത്ത് എവിടെയെല്ലാം ചെന്നുവോ അവിടെയെല്ലാം അവർ ചെയ്ത പ്രാഥമിക നടപടികളിൽ പെട്ടതാണ് പള്ളികൾ നിർമ്മിക്കുക എന്നുള്ളത്. നമ്മുടെ രാജ്യത്തേക്കും വന്ന മഹാന്മാരായ സ്വഹാബിമാർ, കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയവർ നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ച പള്ളികൾ കാണാം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന സ്വഹാബത്ത്, ഇവിടെ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനെ പ്രബോധനം ചെയ്യാൻ വന്നവർ, അവരിവിടെ പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ആ പള്ളികൾക്ക് അന്ന് ആരാണ് സ്ഥലം നൽകിയത്? നല്ലവരായ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന വിവിധ മതങ്ങളിൽ അധികവും ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്ത മനുഷ്യരാണ്. അവരുടെ രാജാക്കന്മാരാണ് പള്ളികൾക്ക് ആവശ്യമായ സ്ഥലങ്ങൾ വിട്ടു നൽകി എന്നു മാത്രമല്ല, അതിനാവശ്യമായ സഹായങ്ങൾ നൽകിയതായി ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ വിശാലമായ പള്ളി, ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ ഒരു വർത്തമാനം കാണാം. കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് താമസിക്കാൻ വീടാണോ ആവശ്യമുള്ളത് എന്ന് രാജാവ് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് താമസിക്കാൻ വീട് ലഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ ഒരിടം ലഭിക്കണം. ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീട് തരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് സുജൂദ് ചെയ്യാനുള്ള ഒരു ഇടം ഒരുക്കി തരണമെന്നാണ് മഹാന്മാരായ സ്വഹാബത്ത് ലോകമെമ്പാടും അവരുടെ പ്രബോധനത്തിനെത്തിയ നേരം അവരുടെ മുന്നിൽ അജണ്ടയായി വെച്ചിരുന്നത്. ആഫ്രിക്കയിൽ പള്ളി നിർമ്മിച്ച സ്വഹാബിമാരുണ്ട്. ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് പോയ സ്വഹാബിമാരുടെ ചരിത്രം, അവരുമായി ചേർന്നു നിൽക്കുന്ന വലിയ പള്ളികളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുകയാണ്. ആ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ അതിനെ സഹായിച്ചു. കാരണം നാമമാത്രമായി വന്നിറങ്ങിയ മുസ്ലിങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ മുസ്ലിമീങ്ങളായ ആളുകളുടെ നിർമ്മാണങ്ങളിൽ അവരുടെ സഹായങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് പരിശുദ്ധമായ ഇസ്ലാം ആ പള്ളികളിൽ നിന്നല്ലേ ഇന്നീ കാണുന്ന വിശാലമായ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന എത്രയോ അമ്പര ചുംബികളായ ലോകത്തിന്റെ മുമ്പിൽ ആകർഷിക്കപ്പെടുന്ന പള്ളികൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്. അതിന്റെ എല്ലാം പ്രാരംഭ ചരിത്രം ചേർന്നു കിടക്കുന്നത് മാലിക് ഇബ്നു ദീനാർ തങ്ങളിലേക്കാണ്. അതുപോലെ ഇന്ത്യയിലേക്ക് വന്ന പ്രബോധകരിലേക്കാണ്. അവരിവിടെ വന്ന് പള്ളികൾ വെക്കുകയും ആ പള്ളികളിലൂടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ആ പള്ളികളിൽ ജനങ്ങൾ സമാധാനവും സന്തോഷവും തേടി വന്നു. നാനാജാതി മതസ്ഥരായ ആളുകൾക്കും ആ പള്ളികളോട് ബഹുമാനമുണ്ടായിരുന്നു, ആദരവുകളുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെയുള്ള പള്ളികളുടെ ചരിത്രമുള്ളത്. അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികൾ, ആ പള്ളികൾ നമ്മുടെ മുൻഗാമികളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ഇന്ന് വലിയ അപകടകരമായ ഒരു സാഹചര്യത്തെ കൂടി നാം തരണം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മുടെ രാജ്യത്തെ എല്ലാ മതവിഭാഗം ആളുകൾക്കും അവരവരുടേതായ ആരാധനകൾക്കുള്ള സ്വാതന്ത്ര്യം, ആരാധനാലയങ്ങൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിനിടയിൽ മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്തുകൾ മാത്രം പ്രത്യേക പോർട്ടലിൽ, ഉമീദ് പോർട്ടൽ എന്നാണ് അതിന്റെ പേര്, പ്രത്യേക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്രയും കാലം വഖഫുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡുകൾ നിലവിലുണ്ട്. ആ വഖഫ് ബോർഡുകളുടെ കയ്യിൽ രാജ്യത്തെ എല്ലാ വഖഫുകളെ കുറിച്ചുമുള്ള, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ എല്ലാ വഖഫുകളെ കുറിച്ചുമുള്ള ധാരണ ഉണ്ടാവില്ലേ? എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള വഖഫ് ബോർഡുകളിൽ അതാത് സംസ്ഥാനത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫുകളെ കുറിച്ചുള്ള കൃത്യമായ ഡാറ്റയുണ്ട്. മാത്രമല്ല, ലക്ഷക്കണക്കിന് രൂപ ഓരോ വർഷവും ഓരോ മഹല്ലുകളും വഖഫ് ബോർഡിലേക്ക് നൽകുന്നുണ്ട്. നമ്മുടെ പള്ളി നൽകാറുണ്ട്. പരിസരത്തുള്ള മഹല്ലുകളൊക്കെയും ഓരോ വർഷവും ലക്ഷങ്ങളാണ് വഖഫ് ബോർഡിലേക്ക് നൽകുന്നത്. എത്രയോ കാലമായി അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. കണ്ടന്തറ പള്ളി, തണ്ടേക്കാട് പള്ളി, പരിസര മഹല്ലുകളിലുള്ള പള്ളികളെല്ലാം ഇതൊക്കെയും സംസ്ഥാന വഖഫ് ബോർഡിന് കീഴിൽ അതിനെക്കുറിച്ച് കൃത്യമായ രേഖയുണ്ട്. ആ രേഖയൊന്നും പറ്റൂല. പുതുതായി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം.
ഏതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ആധാറും ID കാർഡും നിങ്ങളുടെ കയ്യിലുള്ള മറ്റുള്ള സംഭവങ്ങളൊന്നും പറ്റൂല. പുതിയ SIR വന്നപ്പോൾ എല്ലാവരും വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായതുപോലെ പൗരത്വ ഭേദഗതി നിയമം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും അതിനെ എതിർത്തപ്പോൾ അത് മറ്റൊരു രൂപത്തിൽ വന്നതുപോലെ വഖഫ് ബില്ല് അതിനെ രാജ്യവ്യാപകമായി ഇന്ത്യ രാജ്യത്തിന്റെ മനോഹരമായ ഈ സഹിഷ്ണുതയുടെ വർത്തമാനങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചവരെല്ലാം എതിർത്തപ്പോ അതിനൊരു പുതിയ രൂപം. ഇത്ര കാലത്തിനുള്ളിൽ എല്ലാ വഖഫുകളും സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മഹലിന്റെ എല്ലാ ഡോക്യുമെന്റ്സുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിസരത്തുള്ള മഹല്ലുകൾക്കുള്ള സംവിധാനം അൽഹംദുലില്ലാ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ ആളുകൾക്കുള്ള സംവിധാനം നമ്മുടെ ജമാഅത്തിന്റെ ഓഫീസിൽ നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ആ സേവനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഏതെങ്കിലുമൊക്കെ മഹല് എളുപ്പമുള്ള കാര്യമല്ല. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ മഹലിന് കീഴിൽ എത്ര വഖഫ് സ്വത്തുകളുണ്ട്. ആ വഖഫ് സ്വത്തുകളുടെ ഒക്കെ ആധാരം അതാരാണ് വഖഫ് ചെയ്തയാൾ, ആരാണ് അതിന്റെ വാക്കിഫ്, ആരാണ് അതിന്റെ ഡെഡിക്കേറ്റർ. വളരെ രസകരമായ 2 ചോദ്യങ്ങൾ ഉമീദ് പോർട്ടലിൽ കാണാം. ആരാണ് ഈ സ്വത്ത് വഖഫ് ചെയ്തയാൾ, ഏതാണ് അയാളുടെ മതം, ഏതു മതക്കാരനാണ് ഈ വസ്തു നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മനുഷ്യനെ ഒന്നായി പരിഗണിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന, മതങ്ങൾക്കപ്പുറത്താണ് മനുഷ്യന്റെ നീതി സംസാരിക്കേണ്ടത് എന്ന് ലോകത്തെ പഠിപ്പിച്ച മനോഹരമായ ഞങ്ങളുടെ ആശയം എന്നുള്ളത് പകുത്തുവെക്കുന്ന ആശയമല്ല, ചേർത്തുപിടിക്കുന്നതാണ് എന്നാണ് ഇന്ത്യയെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെങ്കിൽ ഉമീദ് പോർട്ടലിലെ വർഗീയപരമായൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഈ വഖഫ് സ്വത്ത് തന്നയാളിന്റെ മതമേതാണ്. വീണ്ടും ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ വഖഫ് സ്വത്തുകൾ ആരെങ്കിലുമായി കേസ് നടക്കുന്നുണ്ടോ? കേസ് നടക്കുന്നുണ്ടെങ്കിൽ ആ കേസ് നടത്തുന്നയാളിന്റെ മതം ഏതാണ്? കേസ് നടക്കുന്നുണ്ടെങ്കിൽ ആ നടത്തുന്നയാളിന്റെ മതം ഏതാണ്? ഇനി നിങ്ങൾ വഖഫ് ബില്ലിലേക്കൊന്ന് നോക്കൂ. 5 കൊല്ലമെങ്കിലും മിനിമം ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്ക് വഖഫ് ചെയ്യാനുള്ള അനുമതിയില്ല. പുതിയ വഖഫ് നിയമത്തിൽ വന്ന നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു നിയമമാണല്ലോ. അതായത് ഒരു മനുഷ്യന് സ്വന്തം സമ്പത്ത്, അയാൾ അധ്വാനിച്ച സമ്പത്ത് അയാൾ ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാൻ പറ്റില്ല പോലും. അവിടെയാണ് തർക്കം വരുമ്പോ ഏത് മതസ്ഥനുമായിട്ടാണ് തർക്കമുള്ളത് എന്ന് നോക്കുക. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇത്തരം ക്രമീകരണങ്ങളും വർഗീയമായ ഒരുപക്ഷെ അപകടകരമായ ഭാവിയെ സൃഷ്ടിച്ചേക്കാവുന്ന ഉമീദ് പോർട്ടൽ സംവിധാനത്തിൽ ഇന്ന് നമ്മുടെ വഖഫ് സ്വത്തുകളൊക്കെ, ഈ രേഖകളൊക്കെ വഖഫ് ബോർഡിൽ ഉള്ളതിന് പുറമെ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപക്ഷെ മഹല്ല് ഭരണാധികാരികളല്ലാത്ത ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിയാൻ വേണ്ടി പറയാം. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും അതിന്റെ കീഴിൽ. അത് ചെയ്തില്ലെങ്കിലോ ഉമീദ് പോർട്ടലിന്റെ കീഴിൽ കേരളത്തിലെ, ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതിയിലേക്ക് ചെന്നു. 6 മാസത്തിന്റെ ഉള്ളിൽ രാജ്യത്തെ വഖഫ് സ്വത്തുകൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അതിന്റെ സാങ്കേതികപരമായ പ്രശ്നങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചെന്നു. സുപ്രീം കോടതി പറഞ്ഞു പറ്റൂല. സുപ്രീം കോടതി പറഞ്ഞു പറ്റില്ല, അപ്ലോഡ് ചെയ്തേ പറ്റൂ, നിർബന്ധമായും അത് ചെയ്തേ പറ്റൂ. പലരുടെയും കേസുകൾ തള്ളിപ്പോയി. ഒരു ദിവസം കൂടി അതിന് അധികം അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ഡിസംബർ 5 നമ്മുടെ എല്ലാം മനസ്സിലുണ്ടെങ്കിൽ ഡിസംബർ 5 മുമ്പ് ഇതെല്ലാം കൃത്യമായി സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാളെ ഒരു കേസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. കോടതിയിലെത്തിയാൽ ചോദിക്കുക, കേന്ദ്രത്തിന്റെ വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയാണോ അത്? ആരെങ്കിലും ഒരാൾ ഒരു വസ്തു കയ്യേറിയെന്ന് വിചാരിക്കുക. നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമികളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിലമതിക്കുന്ന വഖഫ് സ്വത്തുകളും പലരും കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. നമുക്ക് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്, കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് നാം വീണ്ടും മനസ്സിലാക്കേണ്ടത്, പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നാളെ ഒരു കേസ് വന്നാൽ അത് വെറും സിവിൽ കേസ് മാത്രമാണ്. ഒരു വഖഫ് ഭൂമിക്ക് ലഭിക്കേണ്ട ഒരു പരിരക്ഷയും അതിന് ലഭിക്കാനില്ല. ഒരു വഖഫ് സംവിധാനത്തിന് ലഭിക്കേണ്ട ഒരു പരിരക്ഷയും അവിടെ ലഭിക്കാനില്ല. അത്തരം അപകടകരമായ സാഹചര്യത്തിലേക്ക് മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്തുകൾ ആർക്കും എപ്പോഴും കയ്യേറാവുന്ന ഒരു അപകടകരമായ സാധ്യതയെ തുറന്നിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കാനാണ്, നമ്മുടെ വഖഫ് സ്വത്തുകൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അധ്വാനിച്ചതിൽ നിന്ന് ബാക്കിയാണ്.
ഈ പരന്നു കിടക്കുന്ന വഖഫ് സ്വത്തുകളൊന്നും ഒരാളിൽ നിന്നും നമ്മൾ കയ്യേറ്റം ചെയ്തതല്ല, ഒരാളിന്റെയും ഭൂമി പിടിച്ചെടുത്തതല്ല. നമ്മുടെ മുൻഗാമികൾ അധ്വാനിച്ചതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അത് പൂർണ്ണമായും മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. വഖഫ് സ്വത്തുകൾ മുസ്ലിമീങ്ങളുടേതാണ്, അത് നമ്മുടേതാണ്. അത് മറ്റാരുടേതോ ആണെന്നുള്ള ചർച്ചയിലേക്ക് ലോകം തിരിയാണ്, അല്ലെങ്കിൽ സമൂഹം തിരിയാണ്. ഈ വഖഫ് സ്വത്തുകളൊക്കെ നമ്മുടെ മുൻഗാമികൾ അധ്വാനിച്ചതാണ്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ഡിസംബർ 6 തകർന്നു വീണ ബാബരി മസ്ജിദിന്റെ 33 കൊല്ലത്തെ ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഓർത്തുവെച്ചോളൂ, ആയിരക്കണക്കിന് ബാബരികൾ നമ്മുടെ ചുറ്റും ഉയർന്നു വരികയാണ്. ഈ പോർട്ടൽ സംവിധാനത്തിലൂടെ, വഖഫ് ബില്ലിലൂടെ, നിയമത്തിലൂടെ, ഇത്തരം സംവിധാനങ്ങളിലൂടെ നമ്മുടെ നാടുകളിലെ വഖഫ് സ്വത്തുകൾ പലർക്കും കയ്യേറ്റം ചെയ്യപ്പെടാൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. 992 ഡിസംബർ 6 നിന്ന് 33 കൊല്ലങ്ങൾക്കിപ്പുറം നമ്മുടെ നാട്ടിൽ ഒരു ബാബരിയല്ല, നമ്മുടെ നാടുകളിലെ പള്ളികളും വഖഫ് സ്വത്തുകളും മുഴുവനും സംശയാസ്പദമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഈ രേഖകളെല്ലാം അവിടെ ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നാടുകളിലെ പല പള്ളികളും രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുന്നേ ഉള്ളതാണ്. എത്ര കൊല്ലം മുന്നേ പഴക്കമുള്ള പള്ളികൾ? കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിക്ക് 1400 കൊല്ലത്തെ പഴക്കമുണ്ട്. അവിടുന്ന് സ്വഹാബത്ത് വെച്ച പള്ളികൾ കേരളത്തിലെമ്പാടുമുണ്ട്. 1400 കൊല്ലം പഴക്കമുള്ള പള്ളികൾ. ഞാൻ മുമ്പ് സേവനം ചെയ്ത ആലങ്ങാട് ജുമാ മസ്ജിദിന് ഏകദേശം 1000 കൊല്ലം പഴക്കമുണ്ട്. ചങ്ങനാശ്ശേരി പഴയ പള്ളിക്ക് 900 കൊല്ലം പഴക്കമുണ്ട്. അങ്ങനെ എത്രയോ പള്ളികൾ നമ്മുടെ നാടുകളിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളികൾ എത്രയുണ്ട്. ഈ പള്ളികളൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ മുമ്പുള്ളതാണ്. പലതും നമ്മൾ ഉപയോഗിക്കുന്നത് വഖഫ് ബൈ യൂസർ, അല്ലെങ്കിൽ ഇതിനൊരു ഡെഡിക്കേറ്റർ ഇല്ല, കാലങ്ങളായി മുസ്ലിങ്ങൾ ഉപയോഗിച്ചു വരുന്നു എന്ന ക്രമത്തിലാണ്. അത്തരം സംവിധാനങ്ങളിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൈകടത്താവുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കാലം എത്തിച്ചേരുകയാണ്, അല്ലെങ്കിൽ പുതിയ നിയമ സംവിധാനങ്ങൾ എത്തിച്ചേരുകയാണ്. നമുക്കൊരു ബാബരി മസ്ജിദിനെയാണ് അറിയുന്നതെങ്കിൽ അല്ല, കഴിഞ്ഞ കാലത്തിന്റെ ഇടയിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ തകർന്നു വീണ പള്ളികൾ വേറെയുണ്ട്. 1200 കൊല്ലം പഴക്കമുള്ള ജഅഫർ മുജഫർ ദർഗയുണ്ടായിരുന്നു ഗുജറാത്തിൽ, പൊളിച്ചു കളഞ്ഞു. നമ്മുടെ മാധ്യമങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണാത്തത് കൊണ്ടാണ്. ഡൽഹി മെഹ്റോളി മസ്ജിദ് ഉണ്ടായിരുന്നു, ജിന്നത്ത് വാല പള്ളി 600 കൊല്ലം പഴക്കമുണ്ടായിരുന്ന പള്ളിയാണ്. അനധികൃതമായ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടാണ് പൊളിച്ചു കളഞ്ഞത്. 600 കൊല്ലം മുമ്പുള്ള പള്ളി അനധികൃതമായ നിർമ്മാണം എന്ന് പറഞ്ഞ് പൊളിച്ചു കളഞ്ഞു. ഡൽഹി മെഹ്റോളിയിൽ ആ പള്ളിയുടെ പേര് ജിന്നത്ത് വാല മസ്ജിദ് എന്നാണ്. ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള ചില പള്ളികൾ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ എത്രയോ ആരാധനാലയങ്ങൾ, എത്രയോ ഇബാദത്ത് ചെയ്യുന്ന ഇടങ്ങൾ. അവിടെയാണ് വീണ്ടും ഒരു ഡിസംബർ 6 മുമ്പിൽ മുസ്ലിം സമൂഹത്തിന്റെ വഖഫ് സ്വത്തുകൾ മുഴുവനും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ഇനി എത്രയോ മഹല്ലുകൾ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുണ്ട്. ഇപ്പോഴും ഉണർന്നെഴുന്നേറ്റിട്ടില്ലാത്ത മഹല്ലുകൾ പലതും ഉണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് അറിയാത്തവർ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ, ഇത്രയേറെ സാക്ഷരതയുള്ള, കണക്ടിവിറ്റിയുള്ള നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ, മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്ത്യ രാജ്യത്തെ 20 കോടി മുസ്ലിങ്ങളിൽ 1 കോടി മുസ്ലിങ്ങൾ മാത്രമാണ് കേരളത്തിലുള്ളത്. കേരളത്തിന് പുറത്ത് 19 കോടി മുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാക്ഷരതകളില്ലാത്ത, കണക്ടിവിറ്റി ഇല്ലാത്ത, ഇപ്പോഴും മൊബൈൽ ഫോണുകൾക്ക് റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലെ പള്ളികൾ ഉണ്ടാവില്ലേ? ആ പള്ളികളുടെ അടുത്ത ഭാവി എന്തായിരിക്കുമെന്ന് നമുക്കാർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്തതിനെ മാത്രമാണ് ഇനി വഖഫായി കണക്കാക്കുക എന്ന് വന്നാൽ, ബാക്കിയുള്ള ഭൂമികൾ നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി, അവരുടെ പാരത്രിക നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകിയ ഇത്തരം സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്ന നിരാശാജനകമായ ഒരു കാഴ്ചയുടെ മുമ്പിൽ, നീതികേടിന്റെ വർത്തമാനങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പള്ളികളോട് നമുക്കുള്ള ബന്ധം വർദ്ധിപ്പിക്കുക. നമ്മുടെ നാട്ടിലെ പള്ളികൾ, നമ്മൾ സുജൂദ് ചെയ്യുന്ന ഇടങ്ങൾ, നമ്മുടെ മക്കൾക്ക് ഈ പള്ളിയോട് ബന്ധം ഉണ്ടാവണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ പള്ളിയോട് ഹൃദയബന്ധം ഉണ്ടാവണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പള്ളികളെ അറിഞ്ഞിരിക്കണം. ഇതെന്റെ വല്യുപ്പമാർ സുജൂദ് ചെയ്ത ഇടം. പലപ്പോഴും ജമാഅത്തുകൾക്ക് ചെറുപ്പക്കാരായ ആളുകളെ കാണാറില്ല, അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകളാണ് അധികവും ഉണ്ടാകാറ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലേ? ഈ പള്ളികൾ അടുത്ത തലമുറ സംരക്ഷിക്കേണ്ട തലമുറ ഏതാണ്? നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. മലബാർ മാനുവൽ, വില്യം ലോഗന്റെ മലബാർ മാനുവൽ പറയുന്നുണ്ട്,
മലബാറിൽ നടന്ന കലാപങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മലബാർ മാനുവൽ എഴുതുന്നുണ്ട് 90-ലധികം കലാപങ്ങൾ മലബാറിൽ നടന്നിട്ടുണ്ട്. രാജ്യം വെട്ടിപ്പിടിക്കാൻ വന്നവനോട് കലാപം നടത്തിയപ്പോ അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കിയ 30-ലധികം സംഭവങ്ങൾ ഇന്ത്യ പിടിച്ചെടുക്കാൻ വന്ന ബ്രിട്ടീഷുകാരൻ അവിടെ നടത്തിയ മുസ്ലിം ആരാധനാലയങ്ങൾക്കു മേലെ നടത്തിയ കയ്യേറ്റമായിരുന്നു. മലബാറിന്റെ മണ്ണിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ നമ്മുടെ മുൻഗാമികൾ അവരെ ചൊടിപ്പിച്ചത് അവര് സുജൂദ് ചെയ്ത ഇടങ്ങളിൽ കൂടി കൈവെക്കാനുള്ള ബ്രിട്ടീഷുകാരന്റെ കുതന്ത്രമായിരുന്നു. മുസ്ലിമീങ്ങളെയും ഹൈന്ദവ സഹോദരങ്ങളെയും തമ്മിലടിപ്പിച്ച് മലബാറിലെ മുസ്ലിം പള്ളികൾ പലതും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോ ബ്രിട്ടീഷുകാർ ആദ്യം പറഞ്ഞത് തിരൂരങ്ങാടി പള്ളി ഇതാ പോലീസുകാർ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നാണ്. ചരിത്രം മറിച്ചു നോക്കിയാൽ കാണാം 90-ലധികം വരുന്ന മലബാറിലെ വ്യത്യസ്തങ്ങളായ പോരാട്ടങ്ങളിൽ 30-ലധികവും പള്ളികൾക്ക് വേണ്ടിയായിരുന്നു. ബ്രിട്ടീഷുകാർ പള്ളികളെ അഗ്നിക്കിരയാക്കിയ ചരിത്രം പറയുന്നുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. നമ്മുടെ പള്ളികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ പല ഇടപെടലുകളും നടന്നിട്ടുള്ളത്. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ, പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനം നടത്തിയവരുണ്ട്. മഹാനരായ മമ്പുറത്ത് തങ്ങൾ, ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി മഹാന്മാരായ മഖ്ദൂമുമാർ തുവൂരിലെ ജുമുഅത്ത് പള്ളി ഒരു ഹജൂർ കച്ചേരിയാക്കി മാറ്റിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ചെമ്പ്രശ്ശേരി തങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയത്. നമ്മുടെ നാട്ടിലെ പള്ളികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കൂടി അടയാളപ്പെടുത്തുന്ന ഇടങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വഖഫ് സ്വത്തുകൾ, ആ വഖഫ് സ്വത്തുകൾ അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കേണ്ടതാണ്, സമൂഹത്തിന് അനുഭവിക്കേണ്ടതാണ്. വലിയൊരു സാമൂഹിക നിർമ്മിതിക്കുള്ളതാണ് നമ്മുടെ വഖഫ് സ്വത്തുകൾ. ആ വഖഫ് സ്വത്തുകൾ അത് നമ്മുടേതാണ് എന്ന ബോധം ആദ്യം നമുക്കുണ്ടാവണം. നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചത്, അതിനെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയണം, അതിന്റെ സംരക്ഷണം നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ അടുത്ത ഒരു തലമുറയ്ക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും പള്ളികളുമായി വഖഫ് സ്വത്തുകളുമായി അവരുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മിൽ നിന്ന് അകറ്റി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കുതന്ത്രങ്ങളെയും പൊളിച്ചുകളയുമാറാകട്ടെ. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബിന്റെ പള്ളികളിൽ നിന്ന് ആളുകളെ തടയുന്നവർ, അക്രമകാരികളായ ആളുകൾ, അവർക്ക് ദുനിയാവിൽ അവർക്ക് നിന്ദ്യമായ ശിക്ഷ കിട്ടും. നാളെ പരലോകത്തും അല്ലാഹു തആല വേദനയേറിയ ശിക്ഷ അവർക്ക് കാത്തുവച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് തടയുന്ന, ആരാധനാലയങ്ങളിൽ നിന്ന് തടയുന്ന, അത്തരം സംവിധാനങ്ങൾക്ക് നേരെ വാളെടുക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിന്ദ്യത വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നമ്മളൊരു ഉമ്മത്ത് എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിയുകയും നമ്മുടെ മാത്രം പേര് വോട്ടർ പട്ടികയിൽ വരുന്നതല്ല, നമ്മൾ സുജൂദ് ചെയ്യുന്ന പള്ളികൾ പോലും ഇന്ന് പ്രശ്നത്തിലാണ് എന്ന തിരിച്ചറിവ് മുസ്ലിം ഉമ്മത്തിനുണ്ടാവണം. നമ്മുടെ പേരും നമ്മുടെ വാപ്പാടെ പേരും ഒക്കെ 2002 എന്ന് നോക്കി നമ്മൾ ഓടി നടന്നു. നമ്മൾ സുജൂദ് ചെയ്യുന്ന ഇടങ്ങൾ പോലും ഇന്ന് പ്രയാസത്തിലാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും കൂടുതൽ അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ആത്മീയമായ ഉയർച്ചകൾ ഉണ്ടാവുകയും അല്ലാഹു റബ്ബുൽ ആലമീനിൽ നിന്നുള്ള സഹായമല്ലാതെ ഒരു സഹായവും വരാനില്ല. ആ റബ്ബാണ് നമ്മെ സഹായിക്കേണ്ടത്. ആ റബ്ബ് സഹായിക്കണമെങ്കിലോ നമ്മുടെ ജീവിതം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട തരത്തിലായിരിക്കണം എന്ന ചിന്ത നമുക്കുണ്ടാവുകയും വേണം. അപ്പോൾ ആത്മീയമായി ചിന്തിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ.